ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിൽ കർഷകർക്ക് നിർണായക പങ്കാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളുടെ തൊഴിൽ സാധ്യത മെച്ചപ്പെടുത്തുന്നതിനുള്ള കണക്ട് ടു വർക്ക് പദ്ധതിയുടെ പുതുക്കിയ മാർഗ്ഗരേഖയ്ക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. മകരസംക്രമ സന്ധ്യയിൽ ശരണം വിളികളാൽ ഭക്തിസാന്ദ്രമായി ശബരിമല സന്നിധാനം. മഹാദീപാരാധന ഉടൻ ആരംഭിക്കും. ദീപപ്രഭയുടെ അപൂർവ ദൃശ്യവിരുന്നൊരുക്കി തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് ലക്ഷദീപം. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ ആവേശകരമായി പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലാന്റ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ന്യൂസിലാന്റിന് 285 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിൽ കർഷകർക്ക് നിർണായക പങ്കാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന ഭാഗമാണ് കർഷകരെന്നും ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകന്റെ വസതിയിൽ സംഘടിപ്പിച്ച പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി പറഞ്ഞു. കർഷകരെ ശാക്തീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. हमारे किसान राष्ट्र निर्माण के मजबूत साथी है. उनके प्रयासों से आत्मनिर्भर भारत अभियान को बहुत मजबूती मिल रही है. केंद्र सरकार भी किसानों को सशक्त बनाने के लिए प्रतिबद्ध होकर लगातार काम कर रही है. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ പുതുക്കിയ മാർഗ്ഗരേഖയ്ക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നൈപുണ്യ വികസനത്തിലൂടെ യുവാക്കളുടെ തൊഴിൽ സാധ്യത മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയാത്ത 18നും 30നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. അർഹരായ ആദ്യത്തെ 5 ലക്ഷം പേർക്ക് ഇതിലൂടെ പ്രതിമാസം 1000 രൂപ വീതം 12 മാസത്തേക്ക് സ്കോളർഷിപ്പ് നൽകും. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ഈ മാസം 20ന് ആരംഭിക്കുമെന്ന് സ്പീക്കർ എൻ ഷംസീർ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുക. ഈ മാസം 29ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. മാർച്ച് 26 വരെ 32 ദിവസമാണ് സഭ സമ്മേളിക്കുക. ഫെബ്രുവരി 6 മുതൽ 22 വരെയുള്ള കാലയളവിൽ സഭ ചേരുന്നതല്ല. മകരസംക്രമ സന്ധ്യയിൽ ശരണം വിളികളാൽ മുഖരിതമായി ശബരിമല സന്നിധാനം. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന ഉടൻ ആരംഭിക്കും. മകരജ്യോതി ദർശനത്തിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ശബരിമലയിലും പരിസരങ്ങളിലുമായി നിലയുറപ്പിച്ചിരിക്കുന്നത്. ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ഭക്തലക്ഷങ്ങളാൽ നിറഞ്ഞ പൂങ്കാവനവും പരിസര പ്രദേശങ്ങളും ശരണമന്ത്ര മുഖരിതമാണ്. മകരവിളക്ക് ദിനത്തിലെ പ്രധാന ചടങ്ങുകളിലൂടെയാണ് സന്നിധാനത്തിലെ ഈ നിമിഷങ്ങൾ കടന്നുപോകുന്നത്. ഓരോ മനസ്സോടെ തിരുവാഭരണ വിഭൂഷിതനായ അയ്യനെ ദർശിക്കാൻ സന്നിധാനത്തും പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക് കണ്ടു തൊഴാൻ വ്യൂ പോയിന്റുകൾ ഉൾപ്പെടെ ജ്യോതി ദൃശ്യമാകുന്ന സ്ഥലങ്ങളിലൊക്കെയും ഭക്തരുടെ വലിയ തിരക്കാണ് ദൃശ്യമാകുന്നത്. പന്തളത്തു നിന്നും തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കാനനപാതകൾ താണ്ടി ശരംകുത്തിയിലെത്തിയപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു. കിഴക്കൻ ചക്രവാളത്തിൽ മകരനക്ഷത്രം ഉദിക്കുമ്പോൾ ഭക്തലക്ഷങ്ങൾ നക്ഷത്രത്തെയും പൊന്നമ്പലമേട്ടിലെ മകരജ്യോതിയെയും ഒരുമിച്ച് ദർശിക്കുന്ന മുഹൂർത്തം വളരെ ദിവ്യമായ അനുഭവമായാണ് കാണുന്നത്. ശേഷം ഭക്തർ മലയിറങ്ങും. മകരസംക്രാന്തിയുടെയും പൊങ്കലിന്റെയും വേളയിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ആശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഏവർക്കും സമൃദ്ധിയും ആരോഗ്യവും സന്തോഷവും ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in/pb vacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ ആവേശകരമായ തുടക്കം. തേക്കിൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ മേള ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 18 വരെ നീളുന്ന കൌമാര കലാമേളയിൽ 25 വേദികളിലായി 15,000-ലേറെ പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ആഘോഷത്തിമിർപ്പിൽ ആർപ്പുവിളികളോടെ 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ കൊടിയേറി. പ്രധാന വേദിയായ സൂര്യകാന്തിയിൽ ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. രാവിലെ മുതൽ ഓരോ വേദികളിലും നിറഞ്ഞ കാഴ്ചക്കാരുണ്ട്. തേക്കിൻകാട് മൈതാനത്തെ എക്സിബിഷൻ ഗ്രൌണ്ടാണ് പ്രധാന വേദി. കലോത്സവത്തിന്റെ 25 വേദികൾക്കും പല ശ്രേണിയിൽപ്പെടുന്ന ഗന്ധമുള്ള പൂക്കളുടെ പേരാണ് നൽകിയിട്ടുള്ളത്. ഉത്തരവാദിത്ത കലോത്സവം എന്നതാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ആപ്തവാക്യം. 25 വേദികളിലും ആംബുലൻസ്, കുടിവെള്ളം എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതുവരെ 15ഓളം ഇനങ്ങളിലാണ് മത്സരം പൂർത്തിയാക്കി മത്സരഫലം പുറത്തുവന്നത്. കൌമാര താരങ്ങൾ ഓരോ വേദിയിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. ദീപപ്രഭയുടെ അപൂർവ ദൃശ്യവിരുന്നൊരുക്കി തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് ലക്ഷദീപം. 56 ദിവസം നീണ്ടുനിന്ന മുറജപത്തിന് സമാപനം കുറിക്കുന്ന ലക്ഷദീപ കാഴ്ചയും പൊന്നും ശീവേലിയും ദർശിക്കാൻ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചടങ്ങിന്റെ ഭാഗമായി വൈകുന്നേരം 4 മണിയോടെ മൺചരാതുകൾ ഒരുക്കി തുടങ്ങി. തുടർന്ന് ലക്ഷദീപം ദർശിക്കാൻ ഭക്തരെ മതിലകത്തേക്ക് പ്രവേശിപ്പിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 8:30 ശീവേലി നടക്കും. ശ്രീപത്മനാഭസ്വാമിയെയും നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയെയും പുഷ്പാലങ്കൃതമായ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളിക്കും. ക്ഷേത്രസ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ ശീവേലിക്ക് അകമ്പടി സേവിക്കും. ഇന്നുകൂടാതെ നാളെയും മറ്റന്നാളും ലക്ഷദീപങ്ങൾ തെളിക്കും. കാർഷിക സമൃദ്ധിയുടെയും നന്ദി പ്രകാശനത്തിന്റെയും ഉത്സവമായ തൈപ്പൊങ്കൽ ആഘോഷങ്ങളിൽ തമിഴ് ജനത. 4 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങൾ പഴയ വസ്തുക്കൾ ഉപേക്ഷിച്ച് പുതുമയെ വരവേൽക്കുന്ന ഭോഗി പൊങ്കലോടെ ആരംഭിച്ചു. സൂര്യഭഗവാനും പ്രകൃതിക്കും നന്ദി അർപ്പിക്കുന്നതാണ് ഈ ഉത്സവത്തിന്റെ പ്രധാന സങ്കല്പം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പഴയവ കത്തിച്ചു കളഞ്ഞ വീടുകൾ ശുദ്ധീകരിക്കുന്ന ഭോഗി പൊങ്കലിന് പിന്നാലെ നാളെയാണ് പ്രധാന ആഘോഷമായ തൈപ്പൊങ്കൽ. വീടുകൾക്ക് മുന്നിൽ വർണ്ണാഭമായ കോലങ്ങളും ഐശ്വര്യത്തിനായി കാപ്പും കെട്ടി കാർഷിക സമൃദ്ധിയെ വരവേൽക്കാൻ നാട് ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ മൺകലത്തിൽ വിളവെടുത്ത അരിയും ശർക്കരയും ചേർത്ത് തയ്യാറാക്കുന്ന പൊങ്കൽ നിവേദ്യം സൂര്യദേവന് സമർപ്പിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. അടുത്ത ദിവസം കാർഷിക വൃത്തിക്ക് തുണയാകുന്ന കന്നുകാലികളെ ആരാധിക്കുന്ന മാട്ടുപൊങ്കലും അതിനോടനുബന്ധിച്ച് ജല്ലിക്കെട്ടും നടക്കും. ബന്ധുസമാഗമത്തിന്റെയും വിനോദയാത്രകളുടെയും ദിനമായ കാണും പൊങ്കലോടെയാണ് ആഘോഷങ്ങൾ സമാപിക്കുക. തമിഴ്നാടിനൊപ്പം കേരളത്തിലെ അതിർത്തി ഗ്രാമങ്ങളിലും തമിഴ് കുടുംബങ്ങളിലും വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തൈപ്പൊങ്കൽ പ്രമാണിച്ച് കേരളത്തിലെ 6 അതിർത്തി ജില്ലകൾക്ക് നാളെ പ്രാദേശിക അവധി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി, വയനാട് ജില്ലകൾക്കാണ് അവധി. ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ന്യൂസിലാൻഡിന് 285 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 284 റൺസ് നേടി. 92 പന്തിൽ പുറത്താകാതെ 112 റൺസ് നേടിയ KL രാഹുലാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിൽ കർഷകർക്ക് നിർണായക പങ്കാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളുടെ തൊഴിൽ സാധ്യത മെച്ചപ്പെടുത്തുന്നതിനുള്ള കണക്ട് ടു വർക്ക് പദ്ധതിയുടെ പുതുക്കിയ മാർഗരേഖയ്ക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. മകരസംക്രമ സന്ധ്യയിൽ ശരണം വിളികളാൽ ഭക്തിസാന്ദ്രമായി ശബരിമല സന്നിധാനം. മഹാദീപാരാധന ഉടൻ ആരംഭിക്കും. ദീപപ്രഭയുടെ അപൂർവ ദൃശ്യവിരുന്നൊരുക്കി തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് ലക്ഷദീപം. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ ആവേശകരമായി പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ന്യൂസിലാൻഡിന് 285 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.